ബാംഗ്ലൂരിൽ നിന്ന് ഒരു വയനാട് ട്രിപ്പ് വളരെ പെട്ടെന്ന് എടുത്തൊരു ഡിസിഷനായിരുന്നു. അപ്പോൾ ഒരു ചെറിയ 2 ഡേയ്സ് സ്റ്റേക്കേഷന് ഞങ്ങൾ വയനാട്ടിലേക്ക് പുറപ്പെട്ടു. അപ്പോൾ കെങ്കേരിയിൽ നിന്ന് ബാംഗ്ലൂർ മൈസൂർ എക്സ്പ്രസ് വേയിൽ കൂടിയാണ് യാത്ര. വളരെ മനോഹരമായിട്ടുള്ളൊരു യാത്രയായിരുന്നു അത്. അപ്പോൾ ഇന്നൊരു ചെറിയ വയനാട് യാത്രയും അവിടുത്തെ വിശേഷങ്ങളും കാണാം. ഈ എക്സ്പ്രസ് വേ 117 കിലോമീറ്റർ ആണ്. NH 275 ആണിത്. നല്ല ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്ത ടോൾ പ്ലാസകളും 6 വരി പാതകളും അതേപോലെ ഫ്ലൈ ഓവറുകളൊക്കെ ആയിട്ട് നമ്മൾ മൈസൂർ എത്തുന്നതേ അറിയില്ല. വളരെ വേഗം എത്തും. ബിഡ്തി, രാമനഗര, ചന്നപട്ടണ, മദ്ദൂർ, മാണ്ഡ്യ, ശ്രീരംഗപട്ടണ, മൈസൂർ അങ്ങനെയാണ് ഇതിന്റെ റൂട്ട് വരുന്നത്. ഈ ഒരു എക്സ്പ്രസ് വേ വന്നപ്പോൾ നമുക്ക് ബാംഗ്ലൂരിൽ നിന്ന് മൈസൂർ പോകണമെങ്കിൽ ഒരു 90 മിനിറ്റ്സ് കൊണ്ട് എത്താൻ പറ്റും. വളരെയധികം ട്രാവൽ ടൈം കുറഞ്ഞിട്ടുമുണ്ട്. മാത്രമല്ല വളരെ ഒരു ഹാസൽ ഫ്രീ ആയിട്ട് പോകാൻ പറ്റും. നല്ല മഴക്കാറും ഉണ്ടായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് മഴയും പെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ അതുകൊണ്ടൊരു നല്ല സുഖമായിരുന്നു യാത്ര. അങ്ങനെ ഞങ്ങൾ മൈസൂർ വേഗം എത്തി. പിന്നെ അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വീണ്ടും യാത്ര പുറപ്പെട്ടു. അപ്പം ബന്ദിപ്പൂർ ആ ഫോറസ്റ്റ് വഴിയാണ് പോവുക. ചെറിയ മഴയും ഒരു തണുത്ത കാറ്റും ഒക്കെ ആയിട്ട് കാട്ടിന്റെ നടുക്ക് കൂടി ഇങ്ങനെ പോകാനായിട്ട് നല്ല രസമാണ്. സാധാരണ ഞങ്ങൾ ഈ വഴി പാസ് ചെയ്യുമ്പോൾ കാണുന്ന പോലത്തെ മൃഗങ്ങളെ ഒന്നും ഇത്തവണ കണ്ടില്ലല്ലോ എന്ന് വിചാരിക്കുമ്പോഴാണ് അവിടെ ഒരു കൂട്ടം ആനകളെ കണ്ടത്. കൂടെ 2 കുട്ടി ആനകളും ഉണ്ടായിരുന്നു. അവിടെ നിർത്തി നമുക്ക് നോക്കാനോ ഫോട്ടോ എടുക്കാനോ ഒന്നും സമ്മതിക്കാത്തതുകൊണ്ട് നമുക്ക് സ്ലോ ചെയ്ത് അതിലിങ്ങനെ പാസ് ചെയ്ത് പോയി ഞങ്ങൾ. അങ്ങനെ ഞങ്ങൾ സുൽത്താൻ ബത്തേരിയിൽ നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തെത്തി. ഇതാണ് ഹാരിസൺ മലയാളം ലിമിറ്റഡിന്റെ തോരുമല എസ്റ്റേറ്റ്. 1200 ഏക്കർ കൃഷിയും തേയിലത്തോട്ടങ്ങളും ഒക്കെ ആയിട്ട് അതിൻ്റെ നടുക്കുള്ള ഒരു ബംഗ്ലാവ്, ദ 100 ഹൗസ് എന്ന് പറഞ്ഞ ബംഗ്ലാവിലാണ് ഞങ്ങൾ താമസിച്ചത്. അപ്പോൾ ഞങ്ങൾ അവിടെ ഒരു 4 മണിയൊക്കെ ആയപ്പോൾ എത്തി. ഇതാണ് ആ ബംഗ്ലാവ്. കിഷ സ്റ്റേസ് എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റാലിറ്റി കമ്പനിയാണ് ഇത് ഓപ്പറേറ്റ് ചെയ്ത് മാനേജ് ചെയ്യുന്നത്. അപ്പോൾ വളരെ പഴയ 100 കൊല്ലം പഴക്കമുള്ള ഒരു ബ്രിട്ടീഷ് കൊളോണിയൽ ബംഗ്ലാവാണിത്. വളരെ ഭംഗിയുള്ള കുറച്ചൊരു ഹിൽ ഏരിയയിലാണ്, പക്ഷെ നല്ല വ്യൂ ഒക്കെ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. 3 ബെഡ്റൂമാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ചേർക്കാം. ആ വീഡിയോ കാണുക, അതുപോലെ ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യുക. അപ്പോഴേ ഇവിടുത്തെ ആ ഭംഗി നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ. ഞങ്ങൾ 2 ദിവസത്തേക്കാണ് ഇവിടെ വന്നത്. അധികവും മഴയും മിസ്റ്റും ഒക്കെ ആയിരുന്നു. പക്ഷെ അതിന് വേറൊരു ഭംഗിയാണ്. നല്ല ഏത് കാലാവസ്ഥയിലും എനിക്ക് തോന്നുന്നു ഇവിടെ വന്നാൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. കാര്യം വലിയ ചൂടുമൊന്നും ഇല്ലാത്ത കാലാവസ്ഥയാണല്ലോ എപ്പോഴും. ഇവിടെ തന്നെ അവർ ഭക്ഷണവും ചായയും കാപ്പിയും ഒക്കെ തരും. അപ്പം നമുക്ക് അതൊക്കെ കുടിച്ച് മഴയൊക്കെ ആസ്വദിച്ച് ആ വരാന്തയിൽ ഇങ്ങനെ എത്ര നേരം വേണമെങ്കിലും ഇരിക്കാം. ഇത് കുന്നിന്റെ മുകളിലായതുകൊണ്ട് നമുക്ക് അതിന്റെ മുകളിൽ നിന്ന് തന്നെ നല്ലൊരു വ്യൂ പോയിന്റ് പോലെയാണ്. സൺസെറ്റും അതുപോലെ താഴെയുള്ള തേയിലത്തോട്ടങ്ങളും ഒക്കെ നന്നായിട്ട് കാണാൻ പറ്റും. പക്ഷേ മിസ്റ്റും മഴയൊക്കെ ആയതുകൊണ്ട് നമുക്ക് സൺസെറ്റും സൺറൈസും ഒന്നും കാണാൻ പറ്റിയില്ല. പ്രകൃതിയുടെ ഭംഗിയും കിളികളുടെ ശബ്ദമൊക്കെ കേട്ട് ഇങ്ങനെ വളരെ ആസ്വദിച്ചിരിക്കാൻ പറ്റുന്ന ആൾക്കാർക്കാണെങ്കിൽ എവിടെയും പോകണ്ട. നമുക്ക് ഇവിടെ ഇരുന്നാൽ തന്നെ വളരെയധികം റിലാക്സ്ഡ് ആവും. മൈൻഡ് വളരെ പീസ്ഫുൾ ആയിട്ട് ഫീൽ ആവും. പിന്നെ ഇവിടെ കുറേ ഇൻഡോർ ഗെയിംസ് പോലെ ചെറിയ കാര്യങ്ങളൊക്കെ ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഇഷ്ടപ്പെടുന്നവർക്ക് അതും ആവാം. ഈ പ്രോപ്പർട്ടിയുടെ ബാക്കിൽ ഒരു ഫോറസ്റ്റ് ഏരിയ ഉണ്ട്. അപ്പം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പെർമിഷനൊക്കെ വേണം അവിടെ പോകാനായിട്ട്. അവിടെ റെയർ സ്പീഷീസിലുള്ള കുറേ ബേർഡ്സും പിന്നെ അതേപോലെ മലബാർ ജയന്റ് സ്ക്വിറലും ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അവരോട് നേരത്തെ നമുക്ക് പെർമിഷനൊക്കെ വാങ്ങിച്ച് വെക്കാൻ പറയുകയാണെങ്കിൽ നമുക്കത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. മാത്രമല്ല കുറച്ച് അട്ടയൊക്കെ ഉള്ളതുകൊണ്ട് സൂക്ഷിക്കണം എന്ന് മാത്രം. പിന്നെ ഞങ്ങൾ താഴോട്ട് പോയിട്ട് കുറച്ച് തേയിലത്തോട്ടങ്ങളുടെ ഇടയിൽ കൂടി നമ്മളൊരു ഡ്രൈവൊക്കെ പോയി. വളരെ നല്ലതായിരുന്നു. നമുക്ക് അവിടെ ഇറങ്ങി നിർത്തിയിട്ട് അത്യാവശ്യം ഒന്ന് നടക്കാനും ഒക്കെ പറ്റും അവിടെ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറച്ച് തേയിലത്തോട്ടങ്ങളുടെ അകത്ത് കൂടിയൊക്കെ നടന്നു. മഴ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചാറിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അതേപോലെ പെട്ടെന്ന് മിസ്റ്റ് വന്ന് മൂടും. അപ്പം നമുക്കൊരു വ്യൂ ഇല്ലാണ്ടാവും. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു കാലാവസ്ഥ. പിന്നെ അവിടുന്ന് ഞങ്ങൾ നെല്ലാർച്ചാൽ വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലമുണ്ട്. അവിടെ എന്ത് ഭംഗിയാ ആ സ്ഥലം. അവിടേക്ക് ഞങ്ങൾ പോയി. പോകുന്ന വഴി നല്ല ഭംഗിയാണ്. മിസ്റ്റൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു. പക്ഷെ കുറച്ചങ്ങോട്ട് പോയി കഴിയുമ്പോൾ ചെളിയാണ്. പക്ഷെ എന്നാലും നമുക്ക് കുഴപ്പമില്ല. പാർക്കിംഗ് ഒക്കെ സ്പേസ് ഒക്കെ ഉണ്ട്.
അമ്പലവയലിനും മേപ്പാടിക്കും ഇടയ്ക്കുള്ളൊരു സ്ഥലമാണിത്. എനിക്ക് തോന്നുന്നു സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ഒരു 10-15 കിലോമീറ്ററിൽ നമുക്കിവിടെ എത്താൻ പറ്റും. അത്രയധികം ടൂറിസ്റ്റുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു സ്ഥലം. ഇവിടെ ശരിക്കും സൺസെറ്റ് കാണാനാണ് വരേണ്ടത്. പക്ഷേ ഞങ്ങൾ പകൽ വന്നുകൊണ്ട് നമുക്കത് കാണാൻ പറ്റിയില്ല. നല്ലൊരു വ്യൂ പോയിന്റ് ആണ്. നമുക്ക് താഴെ ഇറങ്ങി ഫോട്ടോസൊക്കെ എടുക്കാം. ഫോട്ടോഗ്രാഫിക്കും ബെസ്റ്റ് ആയിട്ടുള്ള സ്ഥലമാണ്. ആമ്പലും താമരയൊക്കെ ഉണ്ട് അവിടെ. ഞങ്ങളും അവിടെ നിന്ന് കുറച്ചു നേരം അതൊക്കെ ആസ്വദിച്ചു. പിന്നെ ഫോട്ടോസൊക്കെ എടുത്തു. ഇതിൻ്റെ അടുത്ത് തന്നെയാണ് കരാപ്പുഴ ഡാം, അതേപോലെ എടക്കൽ കേവ്സ് ഒക്കെ. അപ്പം മഴ കാരണം എടക്കൽ കേവ്സ് അടച്ചിട്ടിരിക്കുകയായിരുന്നു ഞങ്ങൾ ചെന്നപ്പം. അപ്പം ഞങ്ങൾക്കത് പോകാൻ പറ്റിയില്ല. പിന്നെ ഈ അമ്പലവയൽ എന്ന് പറഞ്ഞ സ്ഥലം അവക്കാഡോ കൾട്ടിവേഷൻ വളരെ ഫേമസ് ആണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അവക്കാഡോ ഇവിടുന്നാണ് എക്സ്പോർട്ട് ചെയ്യുന്നത്. കേരളത്തിലെ അവക്കാഡോ സിറ്റി എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അതിനുശേഷം ഞങ്ങൾ തിരിച്ചു പോയിട്ട് ഞങ്ങൾ താമസിക്കുന്ന ആ എസ്റ്റേറ്റിൻ്റെ തന്നെ ടീ ഗാർഡൻ കാണാൻ വേണ്ടി നമ്മൾ താഴോട്ടൊക്കെ പോയി. അതും നല്ല രസമായിരുന്നു. പാറക്കെട്ടുകളും ഒക്കെ ആയിട്ട് ഞങ്ങൾ അതിൻ്റെ ഇടയിൽ കൂടി കുറേ മല പോലെയൊക്കെ കയറി. നല്ല രസമായിരുന്നു. മുകളിൽ നിന്നുള്ള വ്യൂ ഒക്കെ. വലിയ മഴയും ഇല്ലായിരുന്നു. നമ്മൾ താമസിച്ച ഹോം സ്റ്റേയിലെ മാനേജർ അന്നസാണ് ഞങ്ങളെ ഇവിടെയൊക്കെ കൊണ്ടുപോയത്. എല്ലാ സ്ഥലവും നമുക്ക് നല്ലതായിട്ട് പറഞ്ഞു തന്നു, കാണിച്ചു തന്നു. വളരെ നല്ല കോപ്പറേറ്റീവ് ആയിട്ടുള്ള സ്റ്റാഫാണ് അവിടുത്തെ. ഇതിൻ്റെ അടുത്ത് ശരിക്കും പറഞ്ഞാൽ ആൾക്കാർ താമസമൊക്കെ കുറവാണ്. എസ്റ്റേറ്റിലെ ആൾക്കാരും അവരുടെ വീടുകളും ഒക്കെയാണ് കൂടുതലും. പിന്നെ ഡിസ്പെൻസറി ഉണ്ട്. പിന്നെ അതേ മാത്രമല്ല അവരുടെ ഫോറസ്റ്റ് ഓഫീസോ അങ്ങനത്തെ ഓഫീസുകളും ഒക്കെ 1-2 കണ്ടു. അല്ലാണ്ട് ബാക്കി കാര്യങ്ങൾക്കൊക്കെ ഇവർക്ക് സുൽത്താൻ ബത്തേരി തന്നെ പോകണം. ഇവിടെ വന്നു കഴിഞ്ഞാൽ സ്ഥലങ്ങൾ കാണുന്നതിനെക്കാട്ടിലും പ്രകൃതി ഭംഗി ആസ്വദിക്കുകയാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. അത്രയും പ്യുവറാണ്, പൊല്യൂഷൻ ഫ്രീ ആയിട്ട് നല്ല ഒരു ക്ലൈമറ്റിൽ നമുക്ക് 2 ദിവസം ഇരിക്കുമ്പോൾ നമ്മൾ വളരെ ഫ്രഷ് ആയിട്ട് ഫീൽ ആവും. അപ്പോൾ ഇതേപോലെ എല്ലാവരും ഇവിടെ വരിക, എല്ലാവരും ഇതൊക്കെ എൻജോയ് ചെയ്യുക, ഈ 100 ഹൗസിൽ വന്ന് താമസിക്കുക. അപ്പോൾ ഈ ഒരു ചെറിയ വയനാട് ട്രിപ്പ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ വേറെ നല്ല നല്ല സ്ഥലങ്ങളും വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.